ഖിബലാക്ക് നേരെയിരുന്ന് നീ പാത്തല്ലേ, റബ്ബിൻ്റെ വീടാണ് ഓർക്കണേ കളിക്കല്ലേ. രണ്ടിനിരിക്കലോ പറയേണ്ടതില്ല ആരോടും, കാറ്റിൻ്റെ നേരെ ഇരിക്കലോ നെറികേടും. മാളങ്ങളിൽ തെറ്റാണ് മൂത്രവിസർജനം, മരണത്തിനും വഴി കൂട്ടുമേ ചില സാധനം. വിശ്രമസ്ഥലത്തും വഴിയിലും ശരിയല്ല, ചന്ദ്രൻ്റെ നേരെ ഇരിക്കലും നന്നല്ല. ഫലമുള്ള വൃക്ഷ തണലിലും സൂക്ഷിക്കണം, അത് സ്വന്തമായാൽ തന്നെയും ഒഴിവാക്കണം. മിണ്ടാതിരുന്ന് വിസർജനം ചെയ്യേണ്ടതാ, ഇടഭാഗമിൽ നീ ചാരലേറ്റം നല്ലതാ. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നീ പോകൽ, ഇസ്തിബ്റ ചെയ്യൽ വാജിബാണൊഴിക്കല്ലേ. ഖബറിൽ നടന്നിട്ടുണ്ടതിൽ പല കേസ്, സൂക്ഷിച്ചു വേണേ നീ എടുക്കാൻ പാസ്. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചൊല്ലേണ്ടതാ, അതിനുള്ളതും പഠിച്ചിട്ട് നീ ഓതേണ്ടതാ. നീ വന്യനാമം നീക്കലും വേണ്ടുന്നതാ, ഖുർആൻ ഹദീസ് അദ്കാർ അതിൽ ഉൾപ്പെട്ടതാ. കയറേണ്ടതാണ് ഇടത്ത് കാലും വെച്ച് നീ, ഇറങ്ങേണ്ടതാണ് വലത്തുകാൽ മുന്തിച്ചു നീ. ഇതിനോട് സാമ്യം ഉള്ള മറ്റു സ്ഥലങ്ങളിൽ ഇതുതന്നെ വിധി കാണുന്നതാ ഗ്രന്ഥങ്ങളിൽ. ഇത് മാറ്റമാണേ പള്ളികൾ പോലുള്ളതിൽ, വലതാ കടക്കാൻ ഇടതുമാണ് ഇറങ്ങുന്നതിൽ. വലങ്കാൽ വെച്ച വീടതിൽ കടക്കേണ്ടത്, അത് ആദ്യമായി വെച്ചാണ് നീ ഇറങ്ങേണ്ടത്. ഇത് മദ്ഖലിൽ നീ നോക്കിയാൽ കാണുന്നതാ, 198 ഒന്നിൽ വന്നതാ. നീ പാദരക്ഷ ധരിക്കണം എന്നുള്ളതാ, തലയും മറക്കൽ ഏറ്റവും വേണ്ടുന്നതാ. കാഷ്ടത്തിലും മൂത്രത്തിലും തുപ്പല്ലേ, അത് സ്വന്തമെന്നാൽ തന്നെയും ചെയ്യല്ലേ. അത് രക്തദൂഷ്യം പിടിപെടാനിടയുള്ളതാ, അതുമാത്രമല്ല സുവാസിനാൽ കുഴയുന്നതാ. പല്ലിൻ്റെ വെള്ള നിറം അറിഞ്ഞതു തന്നെ, അത് നോക്കടോ നീ മഞ്ഞ നിറമാ പിന്നെ. മൂക്കളയതിൽ പിഴിയുന്നതും ഹമ്മുള്ളതാ, അതുമാത്രമല്ല കേൾവിയും കുറയുന്നതാ. മൂത്രിക്കുവാനായി പോയിരുന്നാൽ പിന്നെ കാഷ്ടിക്കുവാനാണെങ്കിലും ശരി തന്നെ. തേക്കല്ല പല്ലതിനാൽ നിശ്ചയാനുള്ളതാ, അതുകൊണ്ട് കണ്ണിന് കാഴ്ചയും കുറയുന്നതാ. നീ അധിക സമയം അവിടിരിക്കൽ ദോഷമാ, കരളിന് വേദന അർശശിവയാൽ ക്ലേശമാ. കണ്ണും അടച്ച് വിസർജനം വേണ്ടാത്തതാ, അതിനാൽ നിഫാഖ് ജനിച്ചിടും എന്നുള്ളതാ. ഇരുകരമിടക്കായി തല കൊടുത്ത് വിസർജനം ചെയ്യുന്നതായാൽ വേണ്ടതാണത് വർജനം.